നമസ്കാരം. ഒരു ദിവസം പരിമല തിരുമേനി അവിടെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ അടുക്കളയിൽ കയറി നോക്കി. അപ്പോൾ അവിടെ തറയിൽ അരിമണികൾ ചിതറിക്കിടക്കുന്നത് തിരുമേനി കണ്ടു. അപ്പോൾ തിരുമേനി തറയിൽ കുത്തിയിരുന്ന് ആ അരിമണികൾ പെറുക്കിയെടുക്കുകയാണ്. ആ സമയം അവിടെ വിശ്വാസികളായ കുറേ ഭക്തർ അവിടെ വന്നു. തിരുമേനി ഇങ്ങനെ അരി പറക്കുന്നത് കണ്ട് അവർ അന്തം വിട്ടു. ദിവ്യജ്ഞാനം ലഭിച്ചിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച തിരുമേനി ഇങ്ങനെ അരി പറക്കിയെടുക്കുന്നതിൻ്റെ കാരണം കണ്ട് വിശ്വാസികൾ അന്തം വിട്ടു നിൽക്കുകയാണ്. തറയിൽ കിടന്ന ചില അരിമണികൾക്ക് ഇത്ര കണ്ട പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശ്വാസികൾ ചിന്തിച്ചു. അവരുടെ ഉത്കണ്ഠ അവർ മറച്ചുവെക്കാതെ തിരുമേനിയോട് ഇക്കാര്യം ചോദിച്ചു. തിരുമേനി, ഈ ആശ്രമത്തിൽ അരിയും നെല്ലും തേങ്ങയുമൊക്കെ ഉണ്ട്, എന്നിട്ടും തറയിൽ ചിതറി വീണ ഈ അരിമണികൾ പെറുക്കുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങ് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? തിരുമേനിയോട് വളരെ വിനയത്തോട് അവർ ചോദിച്ചു. അതിന് തിരുമേനി പറഞ്ഞ മറുപടി ഇതാണ്: ഇത് വെറും അരിമണികളായി നിങ്ങൾ കണക്കാക്കുന്നു. ഈ അരിമണികളുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ കൃഷിക്കാരുടെ കഠിന പ്രയത്നമില്ലേ? മഴയും വെള്ളവും സൂര്യപ്രകാശവുമില്ലേ? നല്ല കാറ്റും വളക്കൂറുള്ള മണ്ണും ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇതേപ്പറ്റിയെല്ലാം നിങ്ങൾ ബോധവാന്മാരാവണം. ഓരോ അരിമണിക്കുള്ളിലും ദൈവശക്തി അടങ്ങിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ അറിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ കാലുകൾ കൊണ്ട് അതിന്മേൽ ചവിട്ടി അശുദ്ധമാക്കേണ്ട. അത് പറവകൾക്ക് ആഹാരമായി മാറട്ടെ, പറവകൾക്കത് ഇട്ടുകൊടുക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാനിത് പറക്കി മാറ്റുന്നത്. വളരെ വിനയത്തോടെ പരിമല തിരുമേനി ആ വിശ്വാസികളോട് പറഞ്ഞു. അവർ സന്തോഷത്തോട് അപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. വാമൊഴിയായി പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ സംഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.